ഹലോ വെൽക്കം ബാക്ക്. ഇന്നൊരു വെറൈറ്റി റൈസിൻ്റെ റെസിപ്പിയാണ്. ഗാർലിക് ചില്ലി ഓയിൽ റൈസിൻ്റെ റെസിപ്പിയാണ്. പേര് കേൾക്കുമ്പോൾ എന്തോ സംഭവം എന്നൊക്കെ തോന്നുമെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒരു കൊറിയൻ സ്റ്റൈൽ റെസിപ്പിയാണിത്. കൊറിയൻ സ്റ്റൈലിൽ ചില്ലി ഓയിലാക്കിയിട്ട് റൈസുമായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതാണ്. നല്ല ടേസ്റ്റിയും സ്പൈസി ഒക്കെ ആയിട്ടുള്ളൊരു റൈസാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും, കുറച്ച് സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞതും, 2 ടേബിൾ സ്പൂണോളം സെസമി സീഡ്സ് വെളുത്ത എള്ളാണ്. ഇനി 1.5 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും, പിന്നെ കളറിന് വേണ്ടി ഒരല്പം കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. 1.5 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സാണ് ഞാനിവിടെ യൂസ് ചെയ്തത്. അത് തന്നെ അത്യാവശ്യം നല്ല എരിവുണ്ടാവും. നിങ്ങൾക്ക് അത്ര എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ 3/4 ടേബിൾ സ്പൂണോ 1 ടേബിൾ സ്പൂണോ ചേർത്താൽ മതി. ഇനി അതിലേക്ക് നല്ലപോലെ ചൂടായ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ശരിക്കും ഈ ചില്ലി ഓയിലാക്കുമ്പോൾ 1/2 കപ്പോളം ഓയിലാണ് ഒഴിച്ചു കൊടുക്കുക. അത്രയും ഓയിൽ ഒഴിച്ചാൽ സമാധാനത്തിൽ കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് 3 ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു കൂട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സാൻഡ്വിച്ചിലോ അല്ലെങ്കിൽ എഗ് ഓംലെറ്റിലൊക്കെ യൂസ് ചെയ്യാൻ നല്ലതാണ്. നല്ല ടേസ്റ്റിയും സ്പൈസി ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചില്ലി ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി റൈസ് റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ഒന്ന് ഇട്ട് കൊടുക്കുക. അതൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ക്യാബേജ് എരിഞ്ഞതും ഒരു ക്യാരറ്റ് നീളത്തിൽ എരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി അത് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഒരുപാട് നേരം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. വെജീസിൻ്റെ കളറും ഒന്നും മാറണ്ട. ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചില്ലി ഓയിൽ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. കുട്ടികൾക്ക് വേണമെങ്കിൽ സ്കൂളിലൊക്കെ ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തുവിടാൻ പറ്റിയൊരു റൈസാണ്. പക്ഷേ ആ ചില്ലി ഫ്ലേക്സിൻ്റെ അളവൊന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം. കുട്ടികൾക്ക് കൊടുക്കുന്നെങ്കിൽ അതിൻ്റെ അളവൊന്ന് കുറച്ചിട്ട് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ നോർമൽ റൈസ് പോലെ ഫ്രൈഡ് റൈസ് പോലെ ഒന്നുമല്ല, എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറെ തന്നെ ഒരു ഫ്ലേവറാണ് ഈ റൈസിന്. ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ്. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി അതിലേക്ക് ചേർക്കേണ്ടത് വേവിച്ച റൈസാണ്. ഞാനിവിടെ ബസ്മതി റൈസാണ് യൂസ് ചെയ്തത്. 2 കപ്പോളം റൈസ് ഉപ്പ് മാത്രമായിട്ട് വേവിച്ചാണ്. വേറെ മസാലയും കാര്യങ്ങളും ഒന്നും ചേർത്തിട്ടില്ല. ഇനി അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ചെറിയ അരിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാം. നെയ്ച്ചോറൊക്കെ ബാക്കി വരികയാണെങ്കിൽ തട്ടിക്കൂട്ടാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കോളിഫ്ലവർ ഫ്രൈയോ അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈയോ അങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ സെർവ് ചെയ്യാം. ഇനി അതൊന്നും ഇല്ലെങ്കിലും വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണിത്. പക്ഷേ ഞാൻ ഇന്നിവിടെ സെർവ് ചെയ്യുന്നത് കുറച്ച് കുക്കുംബർ സാലഡിൻ്റെ കൂടെയും കുറച്ച് തൈരിൻ്റെ കൂടെയാണ്. പുളിയില്ലാത്ത കട്ട തൈരിൻ്റെയും കൂടെയാണ് സെർവ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.